തീവ്രവാദികളെ പിടിക്കുന്ന പോലെ NIA വന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരെ പൊക്കിക്കൊണ്ടുപോകേണ്ട കേസല്ലേ ഇത്. ഒരു ദിവസം അദ്ദേഹത്തെ സബ് ജയിലിലാക്കണം. അങ്ങനെ കാരണഭൂതനും അദ്ദേഹത്തിൻ്റെ മകൾക്കും മകളുടെ കെട്ടിയവനുമൊക്കെ ഒരു സുഖമാകണം, സന്തോഷമാകണം. ട്രെയിന് ബോംബ് വയ്ക്കുന്നവരെ പിടിക്കാൻ പോകുന്ന പോലെ വീട് വളഞ്ഞ് അല്ലെങ്കിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് പോലീസിന് അറിയാത്തതൊന്നുമല്ല. ഇതൊക്കെ ശുദ്ധ തോന്നിവാസമാണ്, തല്ലുള്ളിത്തരമാണ് എന്നല്ലാതെ ഒന്നും പറയാനില്ല. പിന്നെ കേരള പോലീസിൻ്റെ തൊപ്പിയിൽ നിരവധി കാക്കത്തൂലുകൾ ഇപ്പം തന്നെ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മരമുറി ചാനലാണ്. കാട്ടുകള്ളന്മാർ നടത്തുന്നത്, കാട്ടുകള്ളന്മാർക്ക് വേണ്ടി കാട്ടുകള്ളന്മാർ നടത്തുന്നത് കാട്ടുകള്ളന്മാരുടെ ഒരു സ്ഥാപനം. എന്നാൽ ഇവനെ പൂട്ടിക്കളയാം എന്ന് കരുതിയ അത് തലസ്ഥാന നഗരിയിൽ ഈ മാധ്യമങ്ങളുടെ മൂക്കിൻ്റെ താഴെ അത് ചെയ്ത സർക്കിൾ അദ്ദേഹം ഉണ്ടല്ലോ, അവന് കുതിരപ്പവും കൊടുത്ത പോലെ. 2002 ഗുജറാത്ത് കലാപത്തെപ്പറ്റി പൊതുവേ പറയുന്നൊരു കാര്യമുണ്ട്. രാജ്യത്ത് അതിനു മുമ്പും വർഗീയ ലഹള ഉണ്ടായിട്ടുണ്ട്, വലിയ കലാപങ്ങളുണ്ടായിട്ടുണ്ട്, കൂട്ടക്കൊലകളുണ്ടായിട്ടുണ്ട്. പക്ഷേ 2002 സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ അത് പൂർണ്ണമായിട്ടും ജനങ്ങൾ ടെലിവിഷനിൽ കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ടെലിവിഷൻ ചാനലുകൾ സജീവമായതിന് ശേഷം, വാർത്താ ചാനലുകളുടെ അതിപ്രസരം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടുണ്ടായ ഒരു വലിയ കലാപമായിരുന്നു ഗുജറാത്തിൽ. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർക്ക് അവിടെ ചെല്ലാനും കാര്യങ്ങൾ അപ്പോഴപ്പോൾ ജനങ്ങളെ അറിയിക്കാനും കഴിഞ്ഞു. ഇത് തന്നെയാണ് പിന്നീട് മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോഴും നടന്നത്. ഈ തോക്കുധാരികൾ പാകിസ്ഥാനിൽ നിന്ന് വന്ന് വഴിയെ പോകുന്ന ആളുകൾക്ക് വെടിവെച്ച് കൊള്ളുന്നു. താജും മലബാർ പോലെ ഉള്ള പ്രസിദ്ധമായ ഹോട്ടലുകൾ, ട്രൈഡൻറ്റ് ഹോട്ടലൊക്കെ ആക്രമിച്ച് അവിടെ കലാപം നടത്തുന്നതൊക്കെ ജനങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ ഈ ടെലിവിഷൻ വന്നതിന് ശേഷമുള്ളൊരു വലിയ സൗകര്യം ഇതാണ്. അതുപോലെയാണ് കേരള ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്തൊരു അറസ്റ്റാണ് ഷാജൻ സ്കറിയയുടെ കാര്യത്തിലുണ്ടായത്. ഷാജൻ സ്കറിയ വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കൾക്കൊപ്പം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൈലിമുട്ട് കൊടുത്ത് ഷർട്ട് ഇടാതെ നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നത് പോലെ വീട്ടിൽ അത്താഴം കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഘം പോലീസുകാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കടന്ന് ഇദ്ദേഹത്തെ ഷർട്ടിടാൻ പോലും അനുവദിക്കാതെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ തന്നെ അവിടെ മാധ്യമങ്ങളെത്തുന്നു, വലിയ ഉത്സവ പ്രതീതി ഉണ്ടാക്കുന്നു. അവിടെ മുതൽക്ക് ടെലിവിഷൻ ചാനലുകൾ ഈ വാർത്ത ലൈവായിട്ട് കാണിക്കുക. ഇതാ ഷാജൻ സ്കറിയ അറസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു, അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുന്നു, അദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദം പരിശോധിക്കുന്നു, പൾസ് ഓക്സിമീറ്റർ വെച്ച് ഓക്സിജൻ്റെ ലെവൽ എത്രയാണെന്ന് മനസ്സിലാക്കുന്നു, പൾസ് BP എല്ലാം ശരിയാണോ എന്ന് നോക്കുന്നു, അദ്ദേഹത്തിന് പ്രമേഹത്തിൻ്റെ അസുഖമുണ്ടോ എന്ന് ചോദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ നെഞ്ചളവ് അളന്ന് പരിശോധിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കുന്നു. ഈ മജിസ്ട്രേറ്റിന് മുമ്പിൽ രാത്രി ഹാജരാക്കേണ്ട കാര്യമില്ല, പോലീസുകാർക്ക് കസ്റ്റഡിയിലെടുത്ത് 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കിയാൽ മതി. അദ്ദേഹത്തെ രാത്രി ലോക്കപ്പിൽ പാർപ്പിച്ച് കാലത്ത് കുളിച്ച് പുതിയ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയാൽ ഒരു പക്ഷേ ജാമ്യം കൊടുത്താലോ എന്ന് കരുതിയിട്ടായിരിക്കും. ഷാജൻ സ്കറിയയ്ക്ക് നല്ല വക്കീലന്മാരുണ്ട് തിരുവനന്തപുരത്ത്. അവരുടെ വാദപ്രതിവാദം കേട്ട് മജിസ്ട്രേറ്റ് ഉച്ചയ്ക്ക് മുമ്പ് ജാമ്യം കൊടുത്തു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ദിവസം അദ്ദേഹത്തെ സബ് ജയിലിലാക്കണം. അങ്ങനെ കാരണഭൂതനും അദ്ദേഹത്തിൻ്റെ മകൾക്കും മകളുടെ കെട്ടിയവനുമൊക്കെ ഒരു സുഖമാകണം, സന്തോഷമാകണം. അതുവഴിക്ക് ഈ സർക്കിൾ അദ്ദേഹത്തിനും ACP അദ്ദേഹത്തിനും എന്തെങ്കിലും വരായികൾ കിട്ടുകയാണെങ്കിൽ വല്ല പരമവിശിഷ്ട സേവാ മെഡലോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ മെഡലോ അല്ലെങ്കിൽ ചക്ക മെഡലോ എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പാവങ്ങൾ. ഇനി സത്യം പറഞ്ഞാൽ പോലീസുകാരോട് എനിക്ക് സാധാവും. എല്ലാവരുടെ മുമ്പിലും ഒച്ചാനിച്ച് നിൽക്കണം, അവരുടെ ആട്ടും തുഴിയൊക്കെ കേൾക്കണം. പാർട്ടി ജില്ലാ സെക്രട്ടറി കാണുമ്പോൾ മുട്ടുകുത്തിക്കണം, സംസ്ഥാന സെക്രട്ടറി കാണുമ്പോൾ സാഷ്ടാംഗം നമസ്കരിക്കണം, അഖിലേന്ത്യാ സെക്രട്ടറി കാണുമ്പോൾ ശീർഷാസനത്തിൽ നിൽക്കണം. ഇതാണ് അവരുടെ ജോലി, അവരുടെ ഉത്തരവാദിത്തം ഇതാണ്. അങ്ങനെ ഈ മഹത്തായ ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് സർക്കിൾ അദ്ദേഹവും ACP അദ്ദേഹവും പിന്നെ പേരറിയാത്ത നിരവധി പോലീസുകാരും ചേർന്ന വമ്പിച്ച നാടകമായിരുന്നു നടത്തിയത്. പക്ഷേ ഈ മജിസ്ട്രേറ്റ് നീതിബോധമുള്ള ആളായിരുന്നു, ഒരു വനിതാ മജിസ്ട്രേറ്റാണെന്ന് പറയും. അവർ ബന്ധപ്പെട്ട കക്ഷികളുടെ വാദം കേൾക്കുകയും ഈ കേസിൻ്റെ അന്തസ്സാരവിഹീനത മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കോടതിയുടെ വരാന്തയിൽ ചെന്നാൽ തള്ളിപ്പോകുന്ന കേസായ എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അപ്പോൾ തന്നെ ജാമ്യം അനുവദിച്ചാണ്. സൈബർ ആക്ട് പ്രകാരമൊന്നും ഇതിൽ കേസ് നിൽക്കില്ല നമുക്കറിയാം. മാത്രമല്ല ഇതിലെ പ്രധാനപ്പെട്ട ആരോപണം അപകീർത്തിയുമായി ബന്ധപ്പെട്ടാണ്, മാനഹാനിയാണ്. അതിന് മാനനഷ്ട കേസ് സിവിലായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ക്രിമിനലായിട്ട് കൊടുക്കണം. അതിന് പോലീസുകാർക്ക് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാനൊന്നും കാര്യമില്ല. തീവ്രവാദികളെ പിടിക്കുന്ന പോലെ NIA വന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരെ പൊക്കിക്കൊണ്ടുപോകേണ്ട കേസല്ലേ ഇത്. ഷാജൻ സ്കറിയ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന വ്യക്തിയാണ്. തിരുവനന്തപുരത്ത് മാത്രമല്ല സംസ്ഥാനത്തും രാജ്യത്തും അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പോലീസുകാർക്ക് ഒരു നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി
താങ്കളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാം, എന്നിട്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാം. അതൊന്നും ചെയ്യാതെ ഈ മോഷ്ടാക്കളെ പിടിക്കാൻ പോകുന്ന പോലെ, അല്ലെങ്കിൽ തീവ്രവാദികളെ ട്രെയിന് ബോംബ് വയ്ക്കുന്നവരെ പിടിക്കാൻ പോകുന്ന പോലെ വീട് വളഞ്ഞ് അല്ലെങ്കിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് പോലീസിന് അറിയാത്തൊന്നുമല്ല. ഈ സർക്കിൾ ഇൻസ്പെക്ടർക്കും അറിയാം, ACPക്കും അറിയാം. അവരുടെ മീതെ ഇരുന്ന് ഇവരെ കൊണ്ട് ചാടി കളിയിടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞ് ചാടി കളിപ്പിക്കുന്നവർക്കും അറിയാം. പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് പോലും അറിയാം, സംസ്ഥാന സെക്രട്ടറിക്കും അറിയാം, കാരണഭൂതനും അറിയാം, മകളുടെ ഭർത്താവിനും അറിയാം. കാര്യം, മകളുടെ ഭർത്താവ് കോടതിയിലൊന്നും പോയിട്ടില്ലെങ്കിലും പേരിൻ്റെ കൂടെ ഒരു അഡ്വക്കേറ്റ് വെച്ച് പുലർത്തുന്ന ആളാണ്. വല്ല ബസ്സിന് കല്ലെറിഞ്ഞ കേസിലോ, അല്ലെങ്കിൽ താലൂക്ക് ഓഫീസ് പിക്കറ്റ് ചെയ്ത കേസിലോ, അല്ലെങ്കിൽ ക്രൈം നന്ദകുമാറിൻ്റെ ഓഫീസിൽ ചെന്ന് കാര്യങ്ങൾ അവിടെ തല്ലി തകർത്തതിൻ്റെ പേരിലൊക്കെ പ്രതിയായിട്ടുണ്ട് എന്നല്ലാതെ അദ്ദേഹം കോടതിയിൽ കൂട്ടിട്ട് പോയിട്ടുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും ഇത് പ്രാഥമികമായിട്ട് എല്ലാവർക്കും അറിയുള്ള കാര്യമാണ്. അതിനേക്കാളും വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരു തമാശ എന്ന് പറയാൻ പറ്റില്ല, സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഈ DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്നുള്ള കേസിൽ ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് നമ്മുടെ സുപ്രീം കോടതി. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ, അതിൻ്റെ കൃത്യമായിട്ടുള്ള വസ്തുതകൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിന് ലംഘനമായിട്ടാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഒരാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനു വേണ്ടി അറസ്റ്റ് ചെയ്യുന്നു, ഏത് കേസിൽ അറസ്റ്റ് ചെയ്യുന്നു, ആരാണ് പരാതിക്കാരൻ, എന്താണ് പരാതിയുടെ സ്വഭാവം എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ഒരാളെ ഇന്ന ആവശ്യത്തിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, ഇന്ന കേസിലാണ്, ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് അറിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അല്ലാതെ ഷർട്ടിടാൻ അനുവദിക്കാതെ കയ്യിലും കൊണ്ടുകൊടുത്ത് ഒരാളെ ഉന്തിത്തള്ളി ഈ എന്താണ് പോലീസ് വണ്ടിയിൽ ഇടിവണ്ടിയിൽ കൊണ്ടുപോകുന്നു. എന്നിട്ട് പാതിരാത്രിക്ക് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ മുട്ടി വിളിച്ച് ഇതാ ഒരു വലിയ കള്ളനെ കൊടുക്കുന്നുണ്ട്, കായംകുളം കൊച്ചുണ്ണിയുടെ ഇളയമ്മയുടെ മകനാണ് എന്നൊക്കെ പറഞ്ഞ് ഹാജരാക്കുന്നതൊന്നും നാട്ടുകിടപ്പുള്ള കാര്യമല്ല. ഇതൊക്കെ ശുദ്ധ തോന്നിവാസമാണ്, തല്ലുള്ളിത്തരമാണ് എന്നല്ലാതെ ഒന്നും പറയാനില്ല. പിന്നെ കേരള പോലീസിൻ്റെ തൊപ്പിയിൽ നിരവധി കാക്കത്തൂലുകൾ ഇപ്പം തന്നെയുണ്ട്. അതിലെ ഏറ്റവും മഹത്തായ മിന്നിത്തിളങ്ങുന്ന ഒരു കാക്കത്തൂവലായിട്ട് ഇത് മാറി എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കുന്നത്തുനാട് MLA മുൻനിർത്തി ഇവിടുത്തെ ചില മുതലാളിമാരും ചില രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളും കൂടി കളിച്ച നമുക്കറിയാം. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കെതിരായ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരം ഷാജൻ സ്കറിയയെ വേട്ടയാടി പിടിക്കാൻ അവർ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അപ്പോൾ പോലും ഒരു ചെറിയ മര്യാദ കാണിച്ചു. എന്താണ്, ഷാജൻ സ്കറിയക്കെതിരെ ഇങ്ങനൊരു കേസ് രജിസ്റ്റർ കാര്യം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അത് കഴിഞ്ഞ് മുൻകൂർ ജാമ്യം തള്ളുന്നവരെ കാത്തിരുന്നു. മുൻകൂർ ജാമ്യം സെഷൻസ് കോടതി തള്ളിയപ്പോഴും അവർ അറസ്റ്റ് ചെയ്തില്ല. ഹൈക്കോടതി തള്ളുന്നവരെ കാത്തിരുന്നു. അതിന് ശേഷമാണ് ഈ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് പോകുന്ന പോലുള്ള കലാപരിപാടികളൊക്കെ നടത്തി. പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായില്ല, ഒന്നുമില്ലാതെ. എന്നാൽ ഇവനെ പൂട്ടിക്കളയാം എന്ന് കരുതിയ അത് തലസ്ഥാന നഗരിയിൽ ഈ മാധ്യമങ്ങളുടെ മൂക്കിൻ്റെ താഴെ അത് ചെയ്ത സർക്കിൾ അദ്ദേഹം ഉണ്ടല്ലോ, അവന് കുതിരപ്പവും കൊടുത്താൽ പോരാ. രാജഭരണകാലത്താണെങ്കിൽ 2 കൈക്ക് വീരശൃംഖല കൊടുക്കേണ്ടതാണ്. ആ സർക്കിളിനെ കൊണ്ട് ജയിച്ച പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും അതിൻ്റെ മുകളിലിരിക്കണ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തില്ലെങ്കിൽ അത് നിങ്ങളോടും എന്നോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റായി പോകും എന്നുള്ളതുകൊണ്ട് കൂട്ടിച്ചേർക്കുക. ഈ ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത വളരെ ആവേശത്തോടെ റിപ്പോർട്ട് ചെയ്ത കുറേ അധികം ചാനലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മരമുറി ചാനലാണ്. കാട്ടുകള്ളന്മാർക്ക് വേണ്ടി കാട്ടുകള്ളന്മാർ നടത്തുന്ന കാട്ടുകള്ളന്മാരുടെ ഒരു സ്ഥാപനമാണ്. അവർ വലിയ ആവേശത്തോടെ ഇത് കാണിച്ചു എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നത്, മജിസ്ട്രേറ്റ് നിർദ്ദേശം കൊടുക്കുന്നതൊക്കെ ജനങ്ങളെ അതാത് തലസമയത്ത് അറിയിച്ച് ഇവർ സന്തുഷ്ടരായി. ഈ തലക്കകത്തും പുറത്തൊന്നുമില്ലാത്തൊരു ചങ്ങാതിയാണ് അതിൻ്റെ പത്രാധിപനായിട്ട് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം വിചാരിച്ചത് ഷാജൻ സ്കറിയ മജിസ്ട്രേറ്റ് മൂക്കിൽ വലിക്കും, ഉടനെ തന്നെ പൂജപ്പുരം ജയിലിലേക്ക് അയക്കും, അവിടെ ചെല്ലുമ്പോൾ തന്നെ വിചാരണ കൂടാതെ തൂക്കിക്കൊല്ലും എന്നൊക്കെയാണ്. ഏതായാലും ഇവരൊക്കെ ഇളിഭരായി. അവരുടെ ചാനൽ കണ്ട ആളുകൾക്ക് പോലും മനസ്സിലായി ഈ ചാനൽ നടത്തുന്നത് എത്ര വലിയ ഭോഷ്കന്മാരാണ് എന്നുള്ളത്. പിന്നെ കൈരളി ചാനലിലായി ഞാൻ പ്രത്യേകം പറയേണ്ടില്ല, അവർ പറഞ്ഞിട്ട് കാര്യമില്ല. പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രമേ അവർക്ക് മാധ്യമ പ്രവർത്തനം നടത്താൻ പറ്റൂ. ഏതായാലും ഇവരുടെയൊക്കെ അത്യാവേശം പോലും ആത്യന്തികമായിട്ട് ഷാജൻ സ്കറിയയ്ക്ക് ഗുണമായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. ഒരു പക്ഷേ മജിസ്ട്രേറ്റ് ഈ ദൃശ്യങ്ങൾ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ പോലീസുകാർ അവരുടെ വീടിൻ്റെ വാതിൽ തള്ളി തുറന്ന് ദാ പ്രതിയുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഏതായാലും പോലീസുകാരുടെ ആ ദീർഘവീക്ഷണത്തിനും ചാനലുകാരുടെ ആ വക്രബുദ്ധിക്കും മുമ്പിൽ നമോഭാഗം.